കുവൈറ്റ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. കുവൈറ്റിലെ പ്രധാന വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കുവൈറ്റിൽ ലേബർ ക്യാമ്പുകൾക്ക് പകരം പ്രവാസി തൊഴിലാളികൾക്ക് മാത്രമായുള്ള ലേബർ സിറ്റികൾ നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ കുവൈറ്റ് മുനിസിപ്പൽ കൗൺസിലിന്റെ അടിയന്തര യോഗം വിളിച്ചു ചേർക്കാൻ ഒരുക്കമാണെന്ന് മുനിസിപ്പൽ കൗൺസിൽ അംഗങ്ങൾ വ്യക്തമാക്കി. ലേബർ സിറ്റികൾ നിർമ്മിക്കുന്നതിന് അനുയോജ്യമായ സ്ഥലങ്ങൾ കണ്ടെത്തി അവ ബന്ധപ്പെട്ട സർക്കാർ ഏജൻസികൾക്ക് മുനിസിപ്പാലിറ്റി ഇതിനോടകം കൈമാറിക്കഴിഞ്ഞതായും ലേബർ സിറ്റികളുമായി ബന്ധപ്പെട്ട പ്രശ്നം പരിഹരിക്കാൻ കൗൺസിൽ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്നും വ്യക്തമാക്കി. ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ വേഗത്തിലാക്കണമെന്ന ചില കൗൺസിലർമാരുടെ ആവശ്യത്തോട് പ്രതികരിക്കവെയാണ് മുനിസിപ്പാലിറ്റി വൈസ് ചെയർമാൻ ഖാലിദ് മുഫ്ലി അൽ മുതൈരി ഇക്കാര്യം വ്യക്തമാക്കിയത്. നിർദ്ദിഷ്ട തൊഴിലാളി നഗരങ്ങളുടെ പൂർത്തീകരണം വേഗത്തിലാക്കാൻ ബന്ധപ്പെട്ട സർക്കാർ ഏജൻസികളോട് അൽ മുതൈരി അഭ്യർത്ഥിച്ചു. ബാച്ചിലേഴ്സ് ഹൗസിംഗ് ഏരിയകളിലെ ഭവന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ ലേബർ സിറ്റികൾ ഗണ്യമായി സഹായിക്കും. സമിതി ശുപാർശ ചെയ്യുന്ന പരിഹാരങ്ങൾ നടപ്പിലാക്കിയില്ലെങ്കിൽ മംഗഫ് തീപിടുത്ത സംഭവത്തിന് സമാനമായി ജലീബൽ ഷുയൂഖ് പോലുള്ള പ്രദേശങ്ങൾ ഉയർന്ന അപകട സാധ്യതയുള്ള മേഖലകളായി മാറുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. രാജ്യത്ത് കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ പബ്ലിക് അതോറിറ്റി ഫോർ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലുമായി നിരവധി ക്രമക്കേടുകൾ കണ്ടെത്തിയതായി അധികൃതർ അറിയിച്ചു. അവല്ലി ഗവർണറേറ്റ് ഇൻസ്പെക്ഷൻ വിഭാഗം മേധാവി ഹനാൻ അബ്ബാസിന്റെ നേതൃത്വത്തിൽ ജൂണിൽ 474 ഭക്ഷ്യസ്ഥാപനങ്ങളിലാണ് സംഘം പരിശോധന നടത്തിയത്. മനുഷ്യ ഉപഭോഗത്തിന് യോഗ്യമല്ലാത്ത 586 കിലോഗ്രാം ഭക്ഷ്യവസ്തുക്കൾ പിടിച്ചെടുത്ത് നശിപ്പിച്ചതായും അധികൃതർ വ്യക്തമാക്കി. പരിശോധനയിൽ 186 നിയമലംഘനങ്ങൾ കണ്ടെത്തുകയും നിയമം ലംഘിച്ച 14 ഭക്ഷ്യസ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുകയും ചെയ്തു. പബ്ലിക് അതോറിറ്റി ഫോർ ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ ഡയറക്ടർ ജനറൽ ഡോക്ടർ റീം അൽ ഫുലൈജിന്റെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവല്ലി ഗവർണറേറ്റ് ഇൻസ്പെക്ഷൻ ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ അബ്ദുള്ള അൽ ഖന്ദാരിയുടെ മേൽനോട്ടത്തിൽ പരിശോധനാ പര്യടനങ്ങൾ സംഘടിപ്പിച്ചതെന്ന് ഹനാൻ അബ്ബാസ് പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഭക്ഷ്യ സുരക്ഷാ മേഖലയിലെ സാങ്കേതിക വിദഗ്ധരുടെ സഹായത്തോടെയായിരുന്നു റെയ്ഡുകൾ. ഭക്ഷണ വിതരണ സ്ഥാപനങ്ങളുടെ മേൽ ഫലപ്രദമായ നിയന്ത്രണം ഉറപ്പാക്കാനും ഭക്ഷണത്തിന്റെ ഗുണനിലവാരവും സുരക്ഷിതത്വവും ഉറപ്പുവരുത്താനുമാണ് ഇത്തരം റെയ്ഡുകൾ വഴി ലക്ഷ്യമിടുന്നത്. അതോറിറ്റിയുടെ ഹെൽത്ത് ലൈസൻസില്ലാതെ ഭക്ഷണശാല പ്രവർത്തിപ്പിക്കുക, നിറം, രൂപം, മണം എന്നിവയിൽ വ്യത്യാസം വന്നതും മനുഷ്യ ഉപഭോഗത്തിന് കൊള്ളാത്തതുമായ ഭക്ഷ്യവസ്തുക്കൾ വിൽക്കുക, പകർച്ചവ്യാധികളിൽ നിന്നും മുക്തരാണ് എന്ന ആരോഗ്യ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഭക്ഷണം കൈകാര്യം ചെയ്യുന്ന തൊഴിലാളികളെ നിയമിക്കുക തുടങ്ങിയ നിയമലംഘനങ്ങളാണ് പരിശോധനയിൽ കണ്ടെത്തിയത്. ഈ നിയമലംഘനങ്ങൾക്കെതിരെ നടപടി നിയമം ലംഘിച്ച് ജോലി ചെയ്യുന്ന തൊഴിലാളികൾക്കും അവരെ ജോലിക്ക് നിർത്തിയ തൊഴിലുടമയ്ക്കും ബാധകമാണ്. കുവൈറ്റിൽ വരും ദിവസങ്ങളിൽ ചൂടിന് കടുപ്പം കൂടുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ അറിയിപ്പ്. രാത്രിയും പകലും ഉയർന്ന താപനിലയാണ് രേഖപ്പെടുത്തുക. ഇന്ത്യൻ ന്യൂനമർദ്ദം കാരണം ചൂടുള്ളതും വരണ്ടതുമായ വായുവുമായി വടക്ക് പടിഞ്ഞാറൻ കാറ്റ് രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ അടിച്ചു വീശുമെന്നും നിരീക്ഷണ കേന്ദ്രം ഡയറക്ടർ അബ്ദുൽ അസീസ് അൽ ഖറാബി കുവൈറ്റ് ന്യൂസ് ഏജൻസിയെ അറിയിച്ചു. രാജ്യത്ത് ചൂട് ശക്തമാകുന്ന സാഹചര്യത്തിൽ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കാൻ അധികൃതർ നിർദ്ദേശം നൽകി. നേരിട്ട് സൂര്യവെളിച്ചം ശരീരത്തിൽ ഏൽക്കുന്നത് പരമാവധി ഒഴിവാക്കുകയും ഉച്ചസമയങ്ങളിൽ പുറത്തിറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കുകയും വേണം. ശക്തമായ കാറ്റിൽ പൊടിപടലങ്ങൾ ഉയരാനുള്ള സാധ്യതയുള്ളതിനാൽ റോഡിലെ കാഴ്ചപരിധി കുറഞ്ഞ് വാഹനാപകടങ്ങൾക്കും കാരണമാകും. ആയതിനാൽ വാഹനമോടിക്കുന്നവർ ജാഗ്രത പാലിക്കുകയും വാഹനങ്ങൾ തമ്മിൽ അകലം പാലിച്ചും വേഗത കുറച്ചും പോകണമെന്നും അധികൃതർ നിർദ്ദേശിച്ചു. കുവൈറ്റിലെ ഗാർഹിക തൊഴിലാളികൾക്ക് സ്വകാര്യ മേഖലയിലേക്ക് വിസ ട്രാൻസ്ഫർ ചെയ്യാൻ അനുമതി നൽകാൻ തീരുമാനം. 2 മാസത്തേക്കാണ് ഗാർഹിക തൊഴിലാളികളെ അഥവാ ആർട്ടിക്കിൾ 20 വിസക്കാരെ സ്വകാര്യ മേഖലയിലേക്ക് അഥവാ ആർട്ടിക്കിൾ 18 വിസയിലേക്ക് മാറാൻ അവസരം നൽകുകയെന്ന് അധികൃതർ അറിയിച്ചു. നിരവധി പ്രവാസികൾക്കാണ് ഈ തീരുമാനം വലിയ അനുഗ്രഹമാകുന്നത്. കുവൈറ്റ് ഉപപ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമായ ഷെയ്ഖ് ഫഹദ് അൽ യൂസുഫ് അൽ സബാഹാണ് ഇത് സംബന്ധമായ തീരുമാനം പ്രഖ്യാപിച്ചത്. ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതോടെ പുതിയ തീരുമാനം പ്രാബല്യത്തിൽ വരും. സ്വകാര്യ മേഖലയിലെ തൊഴിലാളി ക്ഷാമം പരിഹരിക്കുകയാണ് ഈ വിസ ട്രാൻസ്ഫർ അനുമതിയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് പബ്ലിക് അതോറിറ്റി ഓഫ് മാൻപവർ അറിയിച്ചു. നിലവിൽ ഗാർഹിക തൊഴിലാളികൾക്ക് അവരുടെ വിസ സ്വകാര്യ മേഖലയിലേക്ക് മാറ്റുന്നതിന് വിലക്കുണ്ട്.
തൊഴിൽ വിപണിയിലെ ആവശ്യവും വിതരണവും തമ്മിലുള്ള സന്തുലിതാവസ്ഥ കൈവരുന്ന മുറയ്ക്ക് തീരുമാനം പുനർപരിശോധിക്കുമെന്നും അതോറിറ്റി കൂട്ടിച്ചേർത്തു. ദുബൈയിലെ പ്രവാസികൾക്ക് ഇനി അവരുടെ വീടുകളിൽ മെഡിക്കൽ ടെസ്റ്റ് നടത്താം. VFS ഗ്ലോബലും AMHSും ചേർന്ന് മെഡിക്കൽ എക്സാമിനേഷൻ ഡോർ സ്റ്റെപ്പ് സർവീസ് ആരംഭിച്ചു. ഈ സംവിധാനത്തിലൂടെ ദുബൈയിൽ UAE റെസിഡൻസ് വിസയുള്ള പ്രവാസികൾക്ക് നിയുക്ത മെഡിക്കൽ സെന്റർ സന്ദർശിക്കാതെ തന്നെ അവരുടെ മെഡിക്കൽ ചെയ്യാൻ സാധിക്കും. VFS ഗ്ലോബൽ വഴി പ്രീമിയം ഓഫറായാണ് മെഡിക്കൽ എക്സാമിനേഷൻ ഡോർ സ്റ്റെപ്പ് സേവനം ലഭ്യമാവുക. റെസിഡൻസി വിസ പുതുക്കാൻ ആഗ്രഹിക്കുന്ന കാറ്റഗറി A വിസ ഉടമകൾക്കും ഈ സേവനം ലഭ്യമാകും. കേന്ദ്രങ്ങളിൽ നൽകുന്ന സ്റ്റാൻഡേർഡ് മെഡിക്കൽ പരിശോധനാ സേവനങ്ങളിലേക്കുള്ള ഓപ്ഷണൽ ആഡ് ഓൺ ആണിത്. ഉപഭോക്താക്കൾക്ക് അവരുടെ വീടുകളിൽ നിന്നോ ഓഫീസുകളിൽ നിന്നോ ഒരു ഓൺലൈൻ അല്ലെങ്കിൽ ഓഫ്ലൈൻ പ്രക്രിയയിലൂടെ നേരിട്ട് അവരുടെ മെഡിക്കൽ പരിശോധനാ അപ്പോയിൻമെൻറ്റുകൾ ബുക്ക് ചെയ്യാം. അതിനായി പാസ്പോർട്ട് കോപ്പി, താമസാനുമതി അല്ലെങ്കിൽ വിസ കോപ്പി, വെള്ള പശ്ചാത്തലമുള്ള ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ, എമിറേറ്റ്സ് ID കോപ്പി എന്നീ രേഖകളാണ് ആവശ്യമായി വരുന്നത്. ഒമാനിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ വ്യത്യസ്ത തരത്തിലുള്ള പ്രമോഷൻ ക്യാമ്പയിനുകൾ ആരംഭിക്കുന്നതിന് ഇനി മുതൽ വാണിജ്യ മന്ത്രാലയത്തിന്റെ മുൻകൂർ അനുമതി ആവശ്യമില്ലെന്ന തീരുമാനവുമായി അധികൃതർ. വിപണിയിലെ ഗുണമേന്മ വർദ്ധിപ്പിക്കാനും ഉപഭോക്താക്കളെ സഹായിക്കലുമാണ് പുതിയ നീക്കത്തിന്റെ ലക്ഷ്യം. എന്നാൽ പ്രമോഷനുകൾക്ക് മന്ത്രാലയം ചില വ്യവസ്ഥകൾ പുറപ്പെടുവിച്ചു. പരമാവധി 30% വരെ മാത്രമേ ഓഫറുകൾ നൽകാവൂ. ആഴ്ചയിൽ 3 ദിവസത്തിൽ കൂടുതൽ ഓഫറുകളോ ഡിസ്കൗണ്ടുകളോ നൽകരുത്. ഇത്തരത്തിൽ ഒരു മാസത്തിൽ 3 തവണ വരെ പ്രമോഷനുകൾ സംഘടിപ്പിക്കാവൂ. അതേസമയം ഡിസ്കൗണ്ടുകളോ പ്രമോഷനുകളോ നൽകാൻ ഉദ്ദേശിക്കുന്ന വാണിജ്യ സ്ഥാപനങ്ങൾ ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയെ ഇമെയിൽ വഴി അറിയിച്ചിരിക്കണം. ഗൾഫ് രാജ്യങ്ങളിൽ ആദ്യമായി ഒമാനിൽ ഇൻകം ടാക്സ് ഏർപ്പെടുത്താൻ നീക്കം. നികുതി ഏർപ്പെടുത്താനുള്ള ഒമാന്റെ പദ്ധതി പ്രവാസികൾക്കും ബാധകമാകും. അതേസമയം 9% കുറഞ്ഞ നിരക്കിലാണ് നികുതി ഈടാക്കുന്നത്. ബിസിനസ് സൗഹൃദ അന്തരീക്ഷം നിലനിർത്തുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. ഒമാൻ വിഷൻ 2040 പദ്ധതിയുടെ ഭാഗമായി എണ്ണയിതര വരുമാന സ്രോതസ്സുകൾ കണ്ടെത്താനും സാമ്പത്തിക മേഖലയെ വൈവിധ്യവൽക്കരിക്കാനും ലക്ഷ്യമിട്ടാണ് ഇൻകം ടാക്സ് ഏർപ്പെടുത്താനുള്ള നീക്കം നടക്കുന്നത്.